ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. രാമിക്കുട്ടൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാം, സ്പെഷ്യൽ സാധനമായിട്ടാണ് നമ്മൾ വന്നത്. പറങ്കി മാങ്ങ, അതിന് വേറെയുള്ള സ്ഥലത്തൊക്കെ എന്താ പറയുകയെന്ന് അറിയില്ല, നമ്മുടെ നാട്ടിലിതിന് പറങ്കി മാങ്ങ എന്നാണ് പറയുക. ഞാനിത് ആദ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതിൻ്റെ വിത്തൊക്കെ ഒന്ന് മാറ്റിയിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. ഞാനിത് നന്നായിട്ട് അടിച്ച് ഇതാക്കിയിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും ഇത് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ചാറെടുത്താൽ മതി. പക്ഷെ നമുക്ക് ആകെ ഇവിടെ 4-5 മാങ്ങയേ ഉള്ളൂ, അതുകൊണ്ട് മാക്സിമം ചാറിൻ്റെ അകത്തുനിന്ന് പോരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മിക്സിയിലിട്ട് അടിച്ചത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഇത് പിഴിഞ്ഞ് റെഡിയാക്കി തരാൻ വേണ്ടിയിട്ട് ലാമിക്കുട്ടിൻ്റെ ഇക്കാക്കയാണ് നമ്മളെ സഹായത്തിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇക്കാക്ക ചാറൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് അമ്മച്ചീനെ സഹായിക്കാം കേട്ടോ. ഇത് എല്ലാവർക്കും അറിയുമെന്നൊന്നും അറിയില്ല, ഭയങ്കര നൊസ്റ്റാൾജിക്ക് അടിക്കുന്നൊരു സാധനം കേട്ടോ. നമ്മൾ ചെറുപ്പത്തിൽ ഒരുപാട് ഈ സാധനം കഴിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് ഈ സാധനം കാണാനില്ല. എന്നും ഇങ്ങനെ അന്വേഷിച്ച് നടക്കില്ല, ഒരു മാങ്ങ എവിടുന്നേലും കിട്ടിയെന്നെങ്കിൽ. നമ്മൾ ചാറൊക്കെ എടുത്ത് ഈ ചാറ് നമ്മളിന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നല്ലൊരു പാത്രത്തിലാക്കിയിട്ട്. ഇനി ഇതിനകത്തേക്ക് നെക്സ്റ്റ് നമ്മൾ ഇടാൻ പോകുന്നത് കുറച്ച് തേങ്ങയാണ്. ഞാൻ ഒരു മുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ ഇതിനകത്തേക്ക് ഞാൻ ആദ്യം ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനത് വീഡിയോ ഒന്നും ഇങ്ങനെ അധികം അപ്ലോഡ് ചെയ്തൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയാൻ മറക്കുന്നതാണ്. തേങ്ങ ചിരകി ഇനി നമ്മൾ അടുപ്പത്ത് ഇരിക്കുന്ന പാത്രത്തിലേക്ക് ഈ സാധനം ഇടണം കേട്ടോ. തേങ്ങ ഇടണം. ഞാനിതാ ഇവിടെ തേങ്ങ എടുത്തിടുകയാണ്. ഈ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമ്മളത് എന്താക്കണം, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കിയിട്ട് അതിനകത്തേക്ക് 1 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. 1 സ്പൂണെന്ന് പറഞ്ഞാൽ ഞാനിത് വലിയൊരു സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഈ സ്പൂണിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. ഇത് ഏകദേശം ഒരു 1/4 കപ്പ് ഉണ്ടാവും പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വറ്റിച്ചെടുക്കണം കേട്ടോ. ഇത് തിളയ്ക്കാൻ തുടങ്ങി, ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇത് വറ്റാനുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് തീ കൂട്ടി വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നാലേ പെട്ടെന്ന് വറ്റി കിട്ടുള്ളൂ. ഇങ്ങനെ ഇതിന് നന്നായിട്ട് ഇളക്കി കുറുക്കി വറ്റിച്ചെടുക്കണം. ഇത് നന്നായിട്ട് കുറുകാൻ തുടങ്ങിയിട്ടുണ്ടേ. ഇത് ഒരു കൈവിടാതെ ഇളക്കൊന്നും വേണ്ട, പക്ഷേ അടിക്ക് പിടിച്ച് കരിഞ്ഞു പോകുന്നത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ ഏകദേശമൊക്കെ കുറുകിയൊക്കെ റെഡിയായി വരുന്നുണ്ട്. ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഇളക്കിയപ്പോഴത്തേക്ക് ഇത് ഈ ഒരു പരിവായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഇങ്ങനെ ആവി പോകുന്നത് കൊണ്ട് വിഷ്വൽ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടാത്തത് കേട്ടോ. ഫോണുമ്മലേക്ക് ഇങ്ങനെ ഇതിൻ്റെ ആവി പൊന്തി വരികയാണ്, വറ്റുന്നത് കൊണ്ടാണ്. ഇതൊന്നും കുഴപ്പമില്ല, നമ്മളെ സംഗതി ഇത് അടിപൊളിയായിട്ട് റെഡിയായിട്ട് വരുന്നുണ്ട്. ഏകദേശമൊക്കെ വറ്റി ഒരു 90% ആയിട്ടുണ്ട്. ഞാനൊരു 2 മിനിറ്റും കൂടെ ഇവിടെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ തണുക്കാൻ വെച്ച സാധനങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കൈ പിടിക്കാൻ പാകത്തിനുള്ളൊരു ചൂടായതിന് ശേഷം നമ്മളിത് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടി വയ്ക്കുക കേട്ടോ. അങ്ങനെ ഞാനിത് മുഴുവനായിട്ടും ഇവിടെ ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആകെ ഒരു 5 മാങ്ങ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് വെച്ച് ചെയ്തിട്ട് ഇത്രേ കിട്ടിയിട്ടുള്ളൂ. തന്നെ ഇത് ശരിക്കും നല്ല കറുത്ത കളറിലാണ് വരുന്നത്, പക്ഷെ അത് മാങ്ങ കുറവായതുകൊണ്ട് ഈ ഒരു കളറേ ആയിട്ടുള്ളൂ. എന്നാലും നമുക്ക് ടേസ്റ്റ് വലിയ കുഴപ്പമൊന്നുമില്ലാതെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്യും. മാങ്ങ കിട്ടുന്നവർ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ലാമിക്കുട്ടീൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം അടുത്ത വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നവരെയും ടാറ്റാ.